ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ തുടരുകയായിരുന്ന ഡോക്ടർ റാം പോലീസ് കസ്റ്റഡിയിലായി എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും ഡോക്ടർ റാമിനെ കസ്റ്റഡിയിൽ എടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് എന്തുകൊണ്ട് റാമിനെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് മുഖ്യപ്രതിയായ റാം ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഡോക്ടർ റാം മാനസികമായി പീഡിപ്പിച്ചു, അധിക്ഷേപിച്ചു തുടങ്ങിയ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു എന്നതാണ് പരാതിയിൽ കുടുംബം പറയുന്നത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് നേരെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാവുകയായിരുന്നു ചെയ്തതെന്ന് നമുക്കറിയാം. മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണം, എന്തുകൊണ്ട് സംഭവിച്ചു, അപമാനത്തെ തുടർന്നാണ് നിതിൻ രാജ് അത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോയത് എങ്കിൽ എന്തുകൊണ്ട് അധ്യാപകരെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് അവശേഷിച്ചിരുന്നത്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. CK വിജയൻ, എങ്ങനെ എവിടെ നിന്നാണ് ഡോക്ടർ റാമിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്? കർണാടകത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കൃത്യമായ സ്ഥലം, എപ്പോഴും കസ്റ്റഡിയിലെടുത്തു, എവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ കർണാടകത്തിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാടായ ആന്ധ്രയിലും എല്ലാം തന്നെ വിശദമായി അന്വേഷിച്ചു വരികയായിരുന്നു. അവരുടെ റാമിന്റെ അമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാരണം ഇത്രയും നാൾ ഏതാണ്ട് 3 മാസത്തിലധികമായി റാം ഒളിവിൽ പോയിരുന്നു. തലശ്ശേരി കോടതി, തലശ്ശേരി സെഷൻസിൽ നിന്നും മാറി, പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും മാറി, പിന്നീട് സുപ്രീം കോടതി. ഈ സുപ്രീം കോടതിയിൽ വരെ മുൻകൂർ ജാമ്യത്തിലുള്ള അപേക്ഷകളുമായി റാം മുന്നോട്ട് പോയി. ഈ സമയങ്ങളിൽ ഒന്നും തന്നെ പോലീസ് റാമിനെ വേണ്ട രീതിയിൽ അന്വേഷിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്ന കടുത്ത വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സുപ്രീം കോടതിക്ക് ശേഷം പിന്നീട് ഹൈക്കോടതിയും ഇതേ വിമർശനം തന്നെ ഉന്നയിച്ചു. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്ത് കൂടുതൽ സമ്മർദ്ദമുണ്ടാവുകയും ഈ റാമിനെ പിടികൂടിയേ മതിയാകൂ എന്ന ഒരു അവസ്ഥ എത്തുകയും ചെയ്തത്. പിന്നീട് ഈ ടെലിഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് പലപ്പോഴായി റാമിനെ ഏതാണ്ട് മനസ്സിലാക്കി. പക്ഷെ റാമിനെ പിടികൂടുന്നതിന് വേണ്ടി പോലീസിന് കഴിഞ്ഞില്ല. റാമിന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു. അവർക്ക് വരുന്ന ഫോൺ കോളുകൾ അവരുടെ അമ്മയുൾപ്പെടെയുള്ള ആൾക്കാരെ നിരീക്ഷണത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റാമിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ പോലീസിനെ കണ്ണൂരിലേക്ക് കൊണ്ടുവരും. കണ്ണൂർ ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷനിലാണ് റാമിനെതിരെയുള്ള FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ FIRൽ പറഞ്ഞിരിക്കുന്നത് റാം നിതിൻ രാജ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയെ മാനസികമായും അതോടൊപ്പം തന്നെ റാഗിംഗ് ഉൾപ്പെടെയുള്ള ആ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടെ വരുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ജാതീയമായി അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് FIRലുള്ളത്. അതുകൊണ്ട് തന്നെ റാമിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തായിരുന്നു ആദ്യം മുതൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ റാമിനെ ഇതുവരെ പിടികൂടാൻ കിട്ടിയിട്ടില്ല. റാമിനെയും അതോടൊപ്പം തന്നെ സംഗീത എന്ന മറ്റൊരു അധ്യാപികയുമായിരുന്നു ഈ FIRലുണ്ടായിരുന്ന 2 പ്രതികൾ. ഡോക്ടർ സംഗീത ഇതിനു മുൻപ് തന്നെ വരികയും അവർ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു, മൊഴിയെടുക്കുകയും ചെയ്ത് അവരെ പറഞ്ഞു വിടുകയും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം നൽകി വിടുകയായിരുന്നു. പക്ഷെ റാമിന്റെ കേസ് അതിനേക്കാളും ഗൗരവമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഈ കേസിനകത്ത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജാതീയമായ അധിക്ഷേപം, നിതിൻ രാജ് മരിക്കാനുണ്ടായ കാരണം റാമിൽ നിന്നുള്ള പീഡനമാണ് എന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ. അതിനനുസരിച്ചായിരുന്നു FIRും ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇനി തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ഡോക്ടർ റാമിനെതിരെ ഉണ്ടാവാൻ സാധ്യത, CK വിജയൻ? റാമിന് ഏതായാലും അധികം വൈകാതെ തന്നെ കണ്ണൂരിൽ കൊണ്ടുവരും. കണ്ണൂരിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷനിലെ കേസിനനുസരിച്ച് മൊഴിയെടുക്കുകയും വിശദമായ മൊഴിയെടുക്കണം, ചോദ്യം ചെയ്യണം. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുക ഉൾപ്പെടെയുള്ള പോലീസിന്റെ സാധാരണ രീതിയിലുള്ള നടപടിക്രമങ്ങൾ വരും. പക്ഷേ റാമിനെ എന്തുകൊണ്ട് പിടികൂടിയില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ രീതിയിലായിരുന്നു പോലീസിനെതിരെയും പ്രത്യേകിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെയും ഉണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം തന്നെ. പക്ഷെ അതിനിപ്പോൾ തീരുമാനമാകുന്നു. ഇന്നലെ രാത്രിയോടുകൂടി എന്നാണ് പോലീസിൽ നിന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പോലീസ് കർണാടകത്തിലായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലധികം കാലമായി. ആ പരിശോധനയ്ക്കിടയിലാണ്, ആ അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ പോലീസ് റാമിനെ പിടികൂടുന്നത്. കണ്ണൂരിലെ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടയിലയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിരന്തരമായി പരിശോധനയും അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അമ്മയുടെ ഫോണിലേക്ക് ഈ റാം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് ഈ ലൊക്കേഷൻ മനസ്സിലാക്കുകയും അത് അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടാൻ കഴിഞ്ഞത് എന്നുമാണ്.